സോ വെൽക്കം ബാക്ക് ടു എ ചാനൽ. സോ നമ്മളിനി നോക്കാൻ പോകുന്നത് നമ്മൾ റിലേഷണൽ ഓൾജിബ്രയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇൻട്രൊഡക്ഷൻ ടു റിലേഷണൽ ഓൾജിബ്രയാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മെയിൻലി ഇവിടെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സെലക്ട് ഓപ്പറേഷൻ പഠിക്കും, പ്രോജക്റ്റ് ഓപ്പറേഷൻ, അതേപോലെ ജോയിൻ, നാച്ചുറൽ ജോയിൻ, കൊറി എക്സാമ്പിൾ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, ഇതൊക്കെ നമ്മൾ റിലേഷണൽ ഓൾജിബ്രയിൽ പഠിക്കാൻ പോകുന്ന പല ഓപ്പറേഷൻസ് ആണ്. സോ എന്താണ് ആദ്യം റിലേഷണൽ ഓൾജിബ്ര നമുക്ക് നോക്കാം. സോ relational algebra. Relational algebra is a procedural query language which takes instance of relations as input and yields instance of relations as outputs. So സത്യം പറഞ്ഞാൽ റിലേഷണൽ ഓൾജിബ്ര എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ query language ആണ് എന്ത് റിലേഷണൽ ഓൾജിബ്ര. ഓക്കെ, ഇറ്റ് യൂസസ് ദ ഓപ്പറേഷൻസ് ടു പെർഫോം queries. An operator can be either unary or binary. So unary and binary operations are mainly relational algebra ഉള്ളത്. They accept the relations as the input and yield relations as their output. Relational algebra is performed recursively on a relation and intermediate results are also considered relations. So mainly the basic set of operation for a relational model is the relational algebra. ഒരു റിലേഷണൽ മോഡലിൽ ആയിട്ടുള്ള ബേസിക് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആണ് റിലേഷണൽ ഓൾജിബ്ര എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ റിലേഷണൽ ഓൾജിബ്ര ബേസ് ചെയ്താണ് നമ്മളൊരു സെറ്റ് ഓഫ് ഇൻപുട്സ് കൊടുക്കുമ്പോൾ അതിന് സെറ്റ് ഓഫ് ആ റിലേഷൻ അനുസരിച്ചുള്ള ഔട്ട്പുട്ട് ഈൽഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഈ റിലേഷണൽ ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ മെയിൻലി ഒരു കൊറി ലാംഗ്വേജ് ആണ്. ഓക്കെ, സോ നമുക്ക് 1 by 1 നോക്കാം ഓരോ ഓപ്പറേഷൻസും. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന യൂണറി റിലേഷണൽ ഓപ്പറേഷൻസ് ആണ്. യൂണറി റിലേഷണൽ ഓപ്പറേഷൻസിൽ നമുക്ക് 2 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ സെലക്ട് ആൻഡ് പ്രോജക്റ്റ് ഓപ്പറേഷൻ. അതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സെലക്ട് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. So the select operation. The select operation is used to choose a subset of tuples from a relation that satisfies a selection condition. So select operation യൂസ് ചെയ്യുന്നത് ഒരു സബ്സെറ്റ് ഓഫ് ടൂപ്പിൾസ് ഫ്രം ഒരു റിലേഷനിൽ നിന്ന് ആ റിലേഷനിലെ ഒരു സബ്സെറ്റ് ഓഫ് ടൂപ്പിൾസിനെ എന്ത് ചെയ്യണം, ദാറ്റ്സ് ആ ടൂപ്പിൾസ് എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം, ദാറ്റ് സാറ്റിസ്ഫൈസ് എ സെലക്ഷൻ കണ്ടീഷൻ. ഒരു സെലക്ഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സബ്സെറ്റ് ഓഫ് ടൂപ്പിൾസിനെയാണ് ഈ സെലക്ട് ഓപ്പറേഷനിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, so select operation restricts the tuples in a relation to only those tuples that satisfy the condition. Horizontal partition of the relation into 2 sets of tuples. Okay, so those tuples that satisfy the condition and are selected and those tuples that do not satisfy the condition are discarded. So ഏതൊക്കെ tuples ആണ് ആ സെലക്ഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതൊക്കെ സെലക്ട് ആവുകയും മറ്റ് അതൊക്കെ ഡിസ്കാർഡ് ചെയ്യുകയും ചെയ്യും. സോ ഇങ്ങനെയാണ് സെലക്ഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Select the employee tuples whose department is 4 or whose salary is greater than 30,000. സോ നമുക്കിവിടെ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്ക് എന്താ സെലക്ട് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, സെലക്ട് ദ എംപ്ലോയി ടൂപ്പിൾസ് ഹൂസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് 4. സോ നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഇവിടെ എംപ്ലോയി ആണ്, എംപ്ലോയിയുടെ ടൂപ്പിൾസ് ആണ്. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ തന്നിട്ടുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ എത്രയാണ്? 4. ഓർ ദൂസ് സാലറി ഈസ് ഗ്രേറ്റർ ദാൻ, സാലറി തന്നിട്ട് 30,000. അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്ന ടേബിൾ ഏതായിരിക്കണം? നമ്മൾ നോക്കാൻ പോകുന്ന ടേബിൾ എംപ്ലോയി ടേബിൾ ആകണം. അതാദ്യം മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, ഈ കാണിച്ചിരിക്കുകയാണ് സെലക്ട് ഓപ്പറേഷൻ്റെ സിൻടാക്സ്. സോ ഇവിടെ ഒരു സിമ്പിൾ കൊടുത്തിരിക്കണല്ലേ, ഒരു സിഗ്മ പോലെ സിഗ്നൽ. ഈ സിമ്പിളാണ് സെലക്ട് ഓപ്പറേഷൻ യൂസ് ചെയ്യണം. അതിൻ്റെ കൂടെ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്താണ് ഈ സെലക്ഷൻ കണ്ടീഷൻ എഴുതേണ്ടത്. ആ സെലക്ഷൻ കണ്ടീഷനിൽ ഫസ്റ്റ് എഴുതേണ്ട ആട്രിബ്യൂട്ട് ലിസ്റ്റ്, ഏത് ആട്രിബ്യൂട്ട് ലിസ്റ്റ് വേണം സെലക്ട് ചെയ്യാൻ. നെക്സ്റ്റ് ഓപ്പറേറ്റർ, എന്ത് ഓപ്പറേറ്ററാണ്. തേർഡ് വൺ ആട്രിബ്യൂട്ട് വാല്യൂ, ഏത് ആട്രിബ്യൂട്ട് വാല്യൂ വേണം സെലക്ട് ചെയ്യാൻ. അതാണ് ഈ സെലക്ഷൻ ഓപ്പറേഷനിൽ മെയിൻലി കാണിച്ചിരുന്നത്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ആ എക്സാമ്പിൾ ഒന്നും കൂടി നമുക്ക് നോക്കാം. എക്സാമ്പിൾ എന്താണ്? സെലക്ട് ദ എംപ്ലോയി ടൂപ്പിൾസ് ഹൂസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് 4 ഓർ ദൂസ് ഹൂസ് സാലറി ഈസ് ഗ്രേറ്റർ. ഇത് ആൻസറാണ്, ഇത് നോക്കണ്ട. നമുക്കപ്പോൾ എന്താ ആദ്യം നമ്മൾ സിൻടാക്സ് പറഞ്ഞത് എന്തുവാ? സിൻടാക്സ് പറഞ്ഞത് സിഗ്മ സൈൻ വരും, പിന്നെന്താണ് സെലക്ഷൻ കണ്ടീഷൻസ് കൊടുക്കണം. സോ ഇവിടുത്തെ കണ്ടീഷൻസ് നമ്മൾ തന്നിട്ടുണ്ട്, എംപ്ലോയി ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ അതിൻ്റെ ആട്രിബ്യൂട്ട് എന്തുവാ? എംപ്ലോയി. ഏതാണ് അവിടെ കണ്ടീഷൻ എന്തുവാ? ഡിപ്പാർട്ട്മെൻറ്റ് 4 ആയിരിക്കണം. അതേപോലെ വേറെന്തോ ആയിരിക്കണം? 30,000 സാലറി ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ നമുക്ക് കൊറി എഴുതി നോക്കാം. ഓക്കെ, സോ കൊറി നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് നമ്മൾ സെലക്ട് ഓപ്പറേഷൻ്റെ സൈന് കൊടുക്കുന്നു. ഓക്കെ, ഇനി എന്തുണ്ട്? അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടീഷന് ഫസ്റ്റ് എന്താ പറഞ്ഞത്? ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഫസ്റ്റ് എംപ്ലോയി ടൂപ്പിൾസ് ആണ് വേണ്ടത് അല്ലേ. എംപ്ലോയി ടൂപ്പിൾസ് ഹൂസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് 4. ഹൂസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് 4 ആണ്. അപ്പോൾ ആദ്യം വേണ്ടത് എന്താണ്? ഏതാണ്? നമുക്ക് കണ്ടീഷൻ എഴുതണം. കണ്ടീഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 4 ആണ്. അപ്പോൾ ഡി നമ്പർ അല്ലേ, ഡി നമ്പർ എന്നായിരിക്കും ആ ടേബിൾ. അപ്പോൾ ഡി നമ്പർ ഈക്വൽ ടു 4 ആയിരിക്കും. കണ്ടീഷൻ എന്താ? 4 ആയിരിക്കണം. സോ ഈക്വൽ ടു സൈൻ കൊടുത്തു, ക്ലോസ് ചെയ്തു.
ഇതിൻ്റെ മണ്ടയിൽ, അതായത് ഇതിൻ്റെ ബ്രാക്കറ്റിൽ മുകളിൽ നമുക്കൊരു റിലേഷൻ എഴുതണം. ആ സിൻടാക്സിൽ പറഞ്ഞിട്ടുണ്ട് എന്തെഴുതണം, ഒരു റിലേഷൻ എഴുതണം. അതായത് ഈ ഒരു കണ്ടീഷൻ ഏത് ടേബിളിൽ നിന്ന് സെലക്ട് ചെയ്യണം എന്നതിൻ്റെ മുകളിൽ എഴുതണം. അപ്പോൾ ഇത് ഏത് ടേബിളിൽ നിന്നാണ് സെലക്ട് ചെയ്തത്? എംപ്ലോയി ടേബിൾ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്തെഴുതണം? എംപ്ലോയി. മനസ്സിലായോ? ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഉണ്ട് എംപ്ലോയി എന്ന് വേണം മുകളിൽ എഴുതാൻ. മുകളിൽ എഴുതിക്കേണ്ട റിലേഷൻ നെയിമാണ്. സോ ഇങ്ങനെയാണ് ഒരു കോറി, നമ്മൾ സെലക്ഷൻ ഓപ്പറേഷൻ ഉപയോഗിച്ച് എഴുതിയ കോറിയാണിത്. സിഗ്മ സൈൻ കൊടുക്കുന്നു. കണ്ടീഷൻ എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 4. അടുത്ത് വീണ്ടും പറയുന്നുണ്ട്, അടുത്ത ക്വസ്റ്റ്യൻ ആകുമ്പോൾ അടുത്ത് വീണ്ടും എഴുതുക സിഗ്മ. അടുത്ത് എന്താ പറയണത്? സാലറി എന്തായിരിക്കണം? 30,000 കാട്ടി ഗ്രേറ്റർ ആയിരിക്കണം. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? സാലറി ഗ്രേറ്റർ ആണ്. അപ്പോൾ ഗ്രേറ്ററിൻ്റെ സൈൻ കൊടുത്തേ. ലെസ് ആണ്, അല്ല, ഗ്രേറ്റർ ദാൻ 30,000 ക്ലോസ് ചെയ്യുക. ഏത് ടേബിളിൽ നിന്നാണ് എടുത്തത്? എംപ്ലോയി. മനസ്സിലായോ എങ്ങനെയാണ് കുറേ എഴുതുന്നതെന്ന്? ഈ സെയിം ആൻസർ തന്നെയാണ് താരയും കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, കണ്ട, ഡി നമ്പർ = 4, എംപ്ലോയി, സാലറി ഗ്രേറ്റർ ദാൻ 30,000, എംപ്ലോയി. സോ ഇങ്ങനെയാണ് സെലക്ഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. സോ സെലക്ട് ചെയ്യണം എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. അതിൻ്റെ സിൻടാക്സ് പഠിച്ചു വെച്ചിരിക്കുക. അതെങ്ങനെയാണ് സിൻടാക്സിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് പറഞ്ഞതെന്ന് ഒന്നും കൂടി ഞാൻ സിൻടാക്സ് കാണിച്ചു തരാം. സിൻടാക്സ് നോക്കിക്കോ. ആദ്യം സൈൻ വരും, സെലക്ഷൻ സൈൻ, പിന്നെ ഗ്രേറ്റർ ദാൻ ആണ്. ഗ്രേറ്റർ ദാൻ്റെ അകത്ത് സെലക്ഷൻ കണ്ടീഷൻ. ഓക്കെ, സെലക്ഷൻ ക്വസ്റ്റ്യനിൽ കണ്ടീഷൻ തന്നിരിക്കുക, സെലക്ഷൻ കണ്ടീഷൻ, ബ്രാക്കറ്റ് ആ ടേബിൾ റിലേഷൻ്റെ നെയിമും കൂടി എഴുതുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ 3 സാധനങ്ങൾ വരാം. അത് ആട്രിബ്യൂട്ട് ലിസ്റ്റോ ആട്രിബ്യൂട്ട് നെയിമോ, ആട്രിബ്യൂട്ട് ലിസ്റ്റ് ആവാം, ഓപ്പറേറ്റർ ആവാം, ആട്രിബ്യൂട്ട് വാല്യൂ ആകാം. ഓക്കെ, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് വരാം. സോ ഇങ്ങനെയാണ് എൻ്റെ സിൻടാക്സ്. ഓക്കെ, സോ സെലക്ഷൻ ഓപ്പറേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി പ്രോജക്റ്റ് ഓപ്പറേഷൻ നോക്കാം. നമുക്കിനി നോക്കാനുള്ള പ്രോജക്റ്റ് ഓപ്പറേഷനാണ്. സോ പ്രോജക്റ്റ് ഓപ്പറേഷൻ എന്താണെന്ന് നോക്കാം. പ്രോജക്റ്റ് അല്ല, പ്രോജക്റ്റ് ഓപ്പറേഷൻ സെലക്ട് certain columns from the table and discards other columns. അപ്പോൾ ചില കോളംസ് സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? പ്രൊജക്റ്റ് ഓപ്പറേഷൻ. സെലക്ട് ഓപ്പറേഷൻ നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യാനാണെന്നല്ലേ. അതേപോലെ പ്രോജക്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് അല്ല, പ്രൊജക്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് ചെയ്യുക, ചില കോളംസ് പ്രൊജക്റ്റ് ചെയ്യുക. ഇഫ് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഓൺലി certain attributes of the relation, we use the project operation to project the relation over those attributes only. So vertical partition of the relation into 2 relations ആയിട്ട് അത് നോക്കുക. അതായത് one has the needed columns അല്ലെ attributes and the contains the result of the operation, the other contains the discarded columns ആയിരിക്കും. പ്രൊജക്റ്റ് ചെയ്യണോ, അതായത് ഒരു ടേബിളിൽ നമുക്ക് ആവശ്യമുള്ള മാത്രം കാണിക്കാനാണ് ഈ പ്രോജക്റ്റ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അതായത് ഇന്ന കോളം മാത്രം നമുക്ക് മതി, അതാണ് ഈ പ്രോജക്റ്റ്. സെലക്ട് എന്ന് പറഞ്ഞാൽ ആ കോളത്തിൽ ഇത്ര മാത്രം സെലക്ട് ചെയ്യുക. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ കോളത്തിൽ നിന്ന് ഈ ആവശ്യമുള്ള, അതാണ് പറഞ്ഞത്, നീഡഡ് കോളംസ് മാത്രം എന്ത് ചെയ്യും? പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും, ബാക്കിയുള്ളത് എന്ത് ചെയ്യും? ഡിസ്കാർഡ് ചെയ്ത്. ഓക്കെ, സോ ഇതാണ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ. ഒരു എക്സാമ്പിൾ നോക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ സിൻടാക്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. പ്രൊജക്റ്റ് ഓപ്പറേഷൻ്റെ സിൻടാക്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. പ്രൊജക്റ്റ് ഓപ്പറേഷൻ കാണിക്കുന്ന പൈ വെച്ചാണ്. പൈ ആട്രിബ്യൂട്ട് ലിസ്റ്റ് മോൾ റിലേഷൻ നെയിം. ഓക്കെ, പൈ ആട്രിബ്യൂട്ട് ലിസ്റ്റാണ് പറഞ്ഞത്. ഓക്കെ, ഈ ആട്രിബ്യൂട്ട് ലിസ്റ്റ് വരെ അതിൻ്റെ അകത്ത് പിന്നെ അതിൻ്റെ ഓപ്പറേറ്റർ ആട്രിബ്യൂട്ട് അതിൻ്റെ കാര്യങ്ങൾ ഇത് പ്രൊജക്റ്റ് ഓപ്പറേഷൻ ആട്രിബ്യൂട്ട് ലിസ്റ്റ് മാത്രമേ വരുള്ളൂ കേട്ടോ. സോറി, തെറ്റിപ്പോയി. സോ ആട്രിബ്യൂട്ട് ലിസ്റ്റ് മാത്രമേ വരുള്ളൂ, കാരണം എന്താ, ആ കോളം മാത്രം പ്രൊജക്റ്റ് ചെയ്യണം. സോ ആട്രിബ്യൂട്ട് ലിസ്റ്റ് മാത്രമേ വരുള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കാം. ലിസ്റ്റ് എൻ്റെ ആൻസറാണ് താഴെ കൊടുക്കുന്നത്. എക്സാമ്പിൾ നോക്കിയാൽ ലിസ്റ്റ് ഈച്ച് എംപ്ലോയീസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നെയിം ആൻഡ് സാലറി. അപ്പോൾ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യേണ്ട എന്താണ്? ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊജക്റ്റ് ചെയ്യാം. സോ ലിസ്റ്റ് ചെയ്യേണ്ട എന്തൊക്കെയാണ്? എംപ്ലോയിയുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, സാലറി. സോ ആ കാര്യങ്ങൾ മാത്രമേ ഈ ആട്രിബ്യൂട്ട് ലിസ്റ്റിൽ വരും. അപ്പോൾ എങ്ങനെ എഴുതും നോക്കിയേ? എങ്ങനെ എഴുതും? ആദ്യം എന്ത് കൊടുക്കുക? പൈ. ഓക്കെ, പൈ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക? അകത്ത് നമുക്ക് എന്തൊക്കെ വേണം? എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? എംപ്ലോയീസ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റിന്. അപ്പോൾ എഫ് നെയിം, എൽ നെയിം, പിന്നെന്താ വേണ്ടത്? സാലറി, കോമ, ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് വേണം അത് മാത്രം ആട്രിബ്യൂട്ട് ലിസ്റ്റ് എഴുതുക. മുകളിൽ ഏത് ടേബിളിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ എടുത്തത്? എംപ്ലോയ്. അപ്പോൾ എംപ്ലോയ് ടേബിളിൽ നിന്ന് എഴുതുക. സോ ഇങ്ങനെയാണ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ. ഓക്കെ, മനസ്സിലായല്ലോ? അതിൻ്റെ ആൻസറാണ് ഈ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? പൈ, എൽ നെയിം, എഫ് നെയിം, സാലറി, എംപ്ലോയ്. പ്രൊജക്റ്റ് ഓപ്പറേഷൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് മനസ്സിലായല്ലോ? സോ നമുക്ക് നെക്സ്റ്റ് ഇനി നോക്കാനുള്ളത് ദ യൂണിയൻ, ഇൻഡെക്സേഷൻ ആൻഡ് മൈനസ് ഓപ്പറേഷൻ. ഈ റിലേഷൻ ഓപ്പറേഷൻസ് ഒക്കെ സെറ്റ് തിയറിയിൽ നിന്നാണ് ഉള്ളത്. ഓക്കെ, സോ നമുക്കിനി പഠിക്കാനുള്ള യൂണിയൻ ഓപ്പറേഷനും ഇൻറ്റർസെക്ഷൻ, മൈനസ് ഓപ്പറേഷൻ. അപ്പോൾ യൂണിയൻ ആ പേര് തന്നെ എന്തുണ്ട്? രണ്ട്
ഒന്നെങ്കിൽ രണ്ട് ഓപ്പറേഷൻസിനെ ജോയിൻ ചെയ്യാൻ. ഓക്കെ, അതാണ് യൂണിയൻ ഓപ്പറേഷൻ മെയിൻലി യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. ദ റിസൾട്ട് ഓഫ് ദിസ് ഓപ്പറേഷൻ ഡിനോട്ടഡ് ബൈ ആർ യൂണിയൻ എസ് is a relation that includes all the tuples that are either in R or S or in both R S. ഒന്നെങ്കിൽ ആറിൽ അല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ രണ്ടിലും ഉള്ളതിനാണ് യൂണിയൻ. നമ്മൾ മാത്സിലൊക്കെ യൂണിയൻ പഠിച്ച പോലെ ഡ്യൂപ്ലിക്കേറ്റ് ടൂപ്പിൾസ് ഒക്കെ എലിമെൻ്റ് ആട്ടോ. അപ്പോൾ അതാണ് ഇത് യൂണിയൻ. യൂണിയൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. റിട്രീവ് ദ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഇൻ ഓൾ എംപ്ലോയീസ് ഹൂസ് ഐദർ വർക്ക് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് 5 ഓർ കൊടുത്തിട്ടുണ്ട്. ഓർ എന്ന് പറയുമ്പോൾ നമുക്ക് അത് പറയണത് ഏതാണ്? യൂണിയൻ ഓപ്പറേഷൻ ആയിരിക്കും. ഓർ ഡയറക്ട്ലി സൂപ്പർവൈസ് ആൻ എംപ്ലോയി ഹൂ വർക്ക്സ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് 5. ഓക്കെ, ഇതിൽ നമുക്ക് ആദ്യം എഴുതേണ്ട കൊറി എഴുതുക. കൊറി എഴുതി അതിൽ നിന്ന് പ്രൊജക്റ്റ് ആണോ മറ്റെന്താ സെലക്ട് ആണോ എന്നൊക്കെ നോക്കുക. എന്നിട്ടാണ് നമ്മൾ ഫൈനൽ റിസൾട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? ഫസ്റ്റ് നമുക്ക് ഈ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഇനി ഓൾ എംപ്ലോയീസ് ഫസ്റ്റ് ടേബിൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാനുള്ള ടേബിൾ എന്താണ്? എംപ്ലോയി ടേബിൾ. അപ്പോൾ നമുക്കിവിടെ കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻ നോക്കി. സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, ഈ SSN ആണ് എന്ത്? സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ. നമുക്ക് ഈ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ വേണം റിട്രീവ് ചെയ്യാൻ ഓഫ് എംപ്ലോയീസ് ഹൂസ് ഐദർ വർക്ക് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് 5. ഡിപ്പാർട്ട്മെൻറ്റ് 5 അല്ലെങ്കിൽ ഡയറക്ട്ലി സൂപ്പർവൈസ്, അതായത് സൂപ്പർ SSN ഹൂ വർക്ക്സ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് 5. ഓക്കെ, ഡയറക്ട്ലി സൂപ്പർവൈസ് ഡിപ്പാർട്ട്മെൻറ്റ് 5 അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് 5 എല്ലാ വർക്കേഴ്സിൻ്റെയും SSN വേണം നമുക്ക് എന്ത് ചെയ്യുക? റിട്രീവ് ചെയ്തെടുക്കാൻ, അതായത് യൂണിയൻ ചെയ്തെടുക്കണം. സോ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കൊറി എങ്ങനെ വരും നോക്കിയേ. നമുക്ക് രണ്ട് ആദ്യം റിലേഷനായിട്ട് എടുക്കാം. അത് റിസൾട്ടാണ് ഈ R1 എന്നും R2 എന്നും നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ R1 കൊറിയാണ് നമ്മൾ നമുക്ക് ആദ്യം എന്താ പ്രൊജക്റ്റ് ചെയ്യേണ്ട? ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 5 SSN. ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 5 ഉള്ളവരുടെയൊക്കെ SSN വേണം ആദ്യം പ്രൊജക്റ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ അതിൻ്റെ കൊറി എങ്ങനെ? പ്രൊജക്ഷനാണ് ഇവിടെ ചെയ്യാൻ പോകണം. സോ പൈ എന്താ പൈക്കകത്ത് പറഞ്ഞ SSN വേണം എടുക്കാൻ. ആരുടേത്? ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 5 അപ്പോൾ അത് മുകളിൽ തന്നെ എഴുതും. ഡിപ്പാർട്ട്മെൻറ്റ് 5 എംപ്ലോയി. ഓക്കെ, അതെങ്ങനെ എഴുതിയെന്ന് അറിയോ? ഇല്ല, തെറ്റിപ്പോയി. സോ നമുക്ക് ആൻസർ എഴുതി നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമുക്ക് വേണ്ട ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 5 എംപ്ലോയീസ് എല്ലാം നമുക്ക് വേണ്ടത്. സോ നമ്മൾ ആദ്യം ആ ടേബിൾ എന്ത് ചെയ്യാൻ പോകണം? സെലക്ട് ചെയ്യാൻ പോകണം. സെലക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യം സെലക്ഷന് വേണ്ടി ഞാനിവിടെ ഒരു എക്സാമ്പിൾ ഞാനിങ്ങനൊരു ഡിപ്പാർട്ട്മെൻറ്റ് 5 എംപ്ലോയി എന്ന് എഴുതിയാണെന്ന് വിചാരിക്കും. ഇങ്ങനൊരു ടേബിളാണ്. ഡിപ്പാർട്ട്മെൻറ്റ് 5 എന്ന് പറഞ്ഞൊരു എംപ്ലോയി ടേബിളാണ് ആദ്യം ഞാൻ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യാൻ പോകണം. ആ ടേബിളിൻ്റെ കൊറിയാണ് എഴുതാൻ പോകണം. സിഗ്മ D number equal to 5. ഓക്കെ, ഏത് ടേബിൾ? എംപ്ലോയി ടേബിൾ. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ സെലക്ട് ചെയ്ത് വെച്ച് ഏതാണ്? ഡിപ്പാർട്ട്മെൻറ്റ് 5 എന്ന് പറഞ്ഞൊരു ടേബിളിൽ സെലക്ട് ചെയ്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് റിസൾട്ട് എങ്ങനെയായിരിക്കും എന്ന് അറിയാലോ? ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 5 ടേബിൾ മാത്രം ആദ്യം സെലക്ട് ആവുള്ളൂ, പ്രൊജക്റ്റ് ആവില്ല. ഇനി പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ R1 എന്ന് പറഞ്ഞൊരു ടേബിൾ എടുക്കുന്നു. ആ ടേബിളിലാണ് പ്രൊജക്റ്റ് ആവുന്നത്. അതെന്താണ്? പൈ SSN പൈ. ആ SSN എങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്യണം? അതായത് ഡിപ്പാർട്ട്മെൻറ്റ് 5 ഉള്ളത് വേണം പ്രൊജക്റ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? ഇതും കൂടി ഇതിൻ്റെ മണ്ടയിൽ, അതായത് ഈ ടേബിൾ ഞാൻ ഒരു ടേബിൾ ആക്കിയില്ലേ, ആ ടേബിൾ ഇതിൻ്റെ റിലേഷനായിട്ട് എഴുതും. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതും? ഡിപ്പാർട്ട്മെൻറ്റ് 5 EM. ഓക്കെ, ഇപ്പോൾ R1. ഇനി R2 നോക്കിയാൽ R2ൻ്റെ ടേബിൾ ആകുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടത്? സൂപ്പർ SSN. അപ്പോൾ സൂപ്പർ SSN കൊടുത്തിട്ട് ഈ ടേബിൾ, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 5 ഉള്ള എംപ്ലോയി ടേബിൾ. ഓക്കെ, കുറേ മനസ്സിലായോ? ഇനി റിസൾട്ട് ആകുമ്പോൾ എങ്ങനെയായിരിക്കും? റിസൾട്ട് എന്ന് പറയുന്ന ടേബിളാണ്. ടേബിൾ പേരാണ് ഈ സൈഡിലൊക്കെ എഴുതണം കേട്ടോ. അപ്പോൾ റിസൾട്ട് എന്ന് പറഞ്ഞ ടേബിൾ R1 യൂണിയൻ R2 വേണം ചെയ്യാൻ. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് വേണം നമുക്ക് എഴുതാൻ. സോ അതെങ്ങനെ? ഇതാണ് നമ്മുടെ റിസൾട്ട് വരുന്നത് കൊറിയയിൽ. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നോക്കിയേ. R1 എന്ന് പറഞ്ഞ ടേബിൾ നോക്കിയേ. ഇങ്ങനെ ഇത്രയും ഡേറ്റാസ് എടുത്തിട്ടുണ്ട്. അത് SSN വെച്ച് എഴുതി. ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 5 ഉള്ള SSN വെച്ച് എഴുതി. അതേപോലെ R2 ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 5 വെച്ച്. ഇത് രണ്ടും കൂടി യൂണിയൻ ചെയ്ത് എഴുതി. അതായത് ഇതിലുള്ളത് ഇതിൽ വരും, ഇതിൽ രണ്ടെണ്ണത്തിലുള്ളത് ഡിസ്കാർഡ് ആവും. ഇതിലും യുണീക്കായിട്ടുള്ളത് മാത്രം റിസൾട്ട് വരും. അതായത് 1 2 3 ഇതിലൊന്നുമില്ല. അപ്പോൾ 1 2 3 വരും. 3 3 3 ഇതിലുണ്ടോ? അപ്പോൾ ഒരൊറ്റ പ്രാവശ്യം എഴുതാവും, 3 പ്രാവശ്യം എഴുതണ്ട. അടുത്ത് 6 6 ഇതിലില്ല. അപ്പോൾ 6 6 ഒരേ പ്രാവശ്യം. 4 5 3
ഒരു പ്രാവശ്യം. ഇതിൽ 8 8 ഉണ്ട്. അതായത് റിപ്പീറ്റ് ആയിട്ട് ഒന്നിൽ കൂടുതൽ ഒരു നമ്പർ വീണ്ടും മറ്റേ ടേബിളിൽ വന്നാൽ യൂണിയൻ എടുക്കുമ്പോൾ അത് എഴുതത്തില്ല. ഏതെങ്കിലും 3 പ്രാവശ്യം വന്നാൽ 3 പ്രാവശ്യം എഴുതത്തില്ല, ഏതെങ്കിലും ഒരൊറ്റ ടൈം എഴുതിയാൽ മതി. സോ ഇങ്ങനെയാണ് യൂണിയൻ ഓപ്പറേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റർസെക്ഷൻ നോക്കാം. So intersection എന്താണ്? The result of this operation denoted by R index and R intersection S is a relation that includes all tuples that are in both R and S. അതായത് ആറിലും എസ്സിലുള്ള റിലേഷൻ ടൂപ്പിൾസ് വേണം ഈ റിലേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ. സോ ഇൻ്റർസെക്ഷൻ്റെ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടെ. റിട്രീവ് ദ SSN ഓഫ് ഓൾ എംപ്ലോയീസ് ഹൂ വർക്ക്സ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് 5. നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് 5 തന്നെ SSN റിട്രീവ് ചെയ്യണം. ആൻഡ് ഡയറക്ട്ലി സൂപ്പർവൈസ് എൻ എംപ്ലോയി ഹൂ വർക്ക്സ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 5. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എന്ത് വെച്ച് ചെയ്യണം? ഇൻ്റർസെക്ഷൻ വെച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. എങ്ങനെ? അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ വന്നിട്ട് നോക്കിയാൽ നേരത്തെ ചെയ്ത പോലെ അതേ സ്റ്റെപ്സ് തന്നെ. അവസാനം റിസൾട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം? ഇൻ്റർസെക്ഷൻ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, നേരെ നമ്മൾ യൂണിയൻ ഓപ്പറേഷൻ അപ്പോൾ യൂണിയൻ, ഇൻ്റർസെക്ഷൻ വരുമ്പോൾ ഇങ്ങനെ. അവസാനം ഔട്ട്പുട്ട് കാണിച്ചു തരാം. R1 ഇൻ്റർസെക്ഷൻ R2 എന്ന് അവസാനം ഔട്ട്പുട്ട് നോക്കിയാൽ R1 1 2 3 നമുക്ക് R3യിലും ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 5 ഉള്ള SSN സൂപ്പർ SSN ഉണ്ട്. ഇതിന് 2 ഇൻ്റർസെക്ഷൻ, അതായത് 2 പേർക്കും ഒരേപോലെ കോമൺ ആയിട്ടുള്ളത് വേണം റിസൾട്ടിൽ വരാം. അതായത് 1 2 2 3 ഇല്ല. ഇതിൽ ഏറ്റവും കോമൺ ഏതാണ്? 3 3 3യും ആണ്. ഇതിൽ രണ്ട് ടേബിളിലും അല്ല 2 റിലേഷനിലും ഉള്ള ആൻസർ വേണം റിസൾട്ടിൽ വരാൻ. കോമൺ ആയിട്ടുള്ളതാണ് ഇൻ്റർസെക്ഷൻ. സോ അതുകൊണ്ട് നമ്മൾ ആൻസർ എന്തായിരിക്കും? 3 3 3. ഓക്കെ, മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇൻ്റർസെക്ഷൻ എന്ന്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള സെറ്റ് ഡിഫറൻസ് ഓർ മൈനസ് ഓപ്പറേഷൻ. ദ റിസൾട്ട് ഓഫ് ദിസ് ഓപ്പറേഷൻ ഡിനോട്ടഡ് ബൈ എങ്ങനെയാണ്? R മൈനസ് എന്നതായിരിക്കും ഡിനോട്ട് ചെയ്യണം. ഈസ് എ റിലേഷൻ ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ടൂപ്പിൾസ് ദാറ്റ് ആർ ഇൻ R ബട്ട് നോട്ട് ഇൻ S. അതായത് എല്ലാ ടൂപ്പിൾസ് ആറിലുണ്ടാവും പക്ഷേ എസ്സിലുണ്ടാവില്ല. അതാണ് സെറ്റ് ഡിഫറൻസ് ഓർ മൈനസ് ഓപ്പറേഷൻ. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. റിട്രീവ് ദ F നെയിം ആൻഡ് L നെയിം ഓഫ് ഓൾ എംപ്ലോയീസ് ഹൂ ഈസ് എ ഡയറക്റ്റ് എംപ്ലോയി ബട്ട് നോട്ട് എ സൂപ്പർവൈസർ. ഡയറക്റ്റ് എംപ്ലോയി ആണ് പക്ഷേ സൂപ്പർവൈസർ അല്ല. നമുക്ക് എന്തൊക്കെ റിട്രീവ് ചെയ്യണം? F നെയിമും L നെയിം. എല്ലാ എംപ്ലോയീസിൻ്റെ F നെയിമും L നെയിമും റിട്രീവ് ചെയ്യണം. സോ നമുക്ക് ആദ്യം കൊറി എഴുതി നോക്കാം. കൊറി നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യുക? ഫസ്റ്റ് ഞാൻ R1 എന്ന് പറഞ്ഞൊരു റിലേഷൻ എടുക്കുന്നു. R1 ഞാൻ റിട്രീവ് ചെയ്യാം. ആദ്യം നമുക്ക് കിട്ടണ്ടേ. അപ്പോൾ നമ്മൾ പ്രൊജക്ഷൻ ഓപ്പറേഷൻ വെച്ച് നമ്മൾ റിട്രീവ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് ആദ്യം റിട്രീവ് ചെയ്യുന്നത്? SSN പൈ SSN എംപ്ലോയി ടേബിളിൽ നിന്ന് എടുത്തു. ഓക്കെ, നെക്സ്റ്റ് R2 നമുക്കിനി എന്താ ചെയ്യേണ്ടത്? സൂപ്പർ SSN ബട്ട് നോട്ട് എ സൂപ്പർവൈസർ എന്നല്ലേ. അപ്പോൾ സൂപ്പർ SSN ആണ് നമ്മൾ അടുത്ത് ചെയ്യാൻ. സൂപ്പർ SSN. അപ്പോൾ നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞത് എല്ലാ എംപ്ലോയീസും വേണം, അവരുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും വേണം. പക്ഷേ എന്താണ്? ആ എംപ്ലോയീസ് SSNും ആവണം പക്ഷേ സൂപ്പർ SSN ബട്ട് നോട്ട് എ സൂപ്പർവൈസർ ആയിരിക്കണം. അപ്പോൾ SSN ആയിരിക്കണം, സൂപ്പർവൈസർ ആവാൻ പാടില്ല. സോ നമുക്ക് R1 R2ൻ്റെ കോറി എഴുതി. ഇനി എന്താ നമ്മൾ റിസൾട്ടിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? R1 നിന്ന് R2, അതായത് SSN സൂപ്പർ ഡയറക്റ്റ് എംപ്ലോയി ആയിട്ട് ബട്ട് നോട്ട് സൂപ്പർവൈസർ, അതായത് SSNിൽ നിന്ന് സൂപ്പർ SSN മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് റിസൾട്ട് ഇടാം. അതിൻ്റെ റിസൾട്ട് നോക്കിയേ. R3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? R3 ഈസി, അതായത് R1 R2 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? R3 കിട്ടും. ആ റിസൾട്ടാണ് R3. അതിൻ്റെ എന്തൊക്കെ പ്രൊജക്റ്റ് ചെയ്യണം? F നെയിം L നെയിം. ആ ടേബിൾ ഏതായിരിക്കും? റിസൾട്ട് ടേബിൾ. മനസ്സിലായോ? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ നോക്കിയാൽ R1 എന്ന് പറഞ്ഞ ടേബിൾ എന്തായിരിക്കും? SSN മാത്രം. R2 എന്ന് പറയുമ്പോൾ SSN സൂപ്പർ SSN. റിസൾട്ടിൽ വരുമ്പോൾ R1 നിന്നും R2 നിന്ന് SSN കുറച്ചിട്ടുള്ളതായിരിക്കും ഈ റിസൾട്ട് ടേബിൾ. ഈ ടേബിളിൽ നിന്ന് നമ്മൾ ഇനി എന്ത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണം? ഇതല്ല ഫൈനൽ, ഇത് 3 ടേബിൾ ആയതേ ഉള്ളൂ. ഈ ടേബിൾ അതായത് റിസൾട്ടിൽ എന്താ കാണിക്കുന്നത്? R1 നിന്ന് R2 കുറച്ചിട്ടുള്ളതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഇവിടെ എഴുതാം റിസൾട്ട് അവസാന ആൻസർ എന്താ നമുക്ക് വേണ്ടത്? R3 ആണ്. R3യിൽ എന്താ വേണം? R3 എന്ന ടേബിൾ പൈ F നെയിമും L നെയിമും മാത്രം കാണിച്ചാൽ അത് ഏത് ടേബിളിൽ നിന്ന് എടുക്കണം? റിസൾട്ട് ടേബിൾ. അപ്പോൾ റിസൾട്ട് ടേബിളിൽ നിന്ന് വേണം ഇതെടുക്കാൻ. അപ്പോൾ അടുത്ത ടേബിൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും? R3 എന്ന് പറഞ്ഞ ടേബിൾ വരും. അതിൽ 2 കോളം കാണും, F നെയിമും L നെയിം. സോ ഇങ്ങനെ എനിക്ക് ലാസ്റ്റ് കോളം വന്നിട്ട് മനസ്സിലായോ? സോ ഇതാണ് മൈനസ് ഓപ്പറേഷൻ അല്ലെങ്കിൽ സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ. ഓക്കെ.